നമസ്കാരം. ഏവർക്കും പുതുവത്സര ആശംസകൾ. ദേശീയവാദികളായ സംഘികൾക്ക് സന്തോഷമുള്ളൊരു വാർത്തയും അതേപോലെ തന്നെ എന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്നാഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സഹിതം ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന SDP എന്ന സുഡാപ്പികൾക്ക് മോശം വാർത്ത കൂടിയാണ് ഇന്നേ ദിവസം. അത് കേരളത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. ഒരുപക്ഷെ ആദ്യ കേൾവിയിൽ അത് വിശ്വസിക്കാൻ ആർക്കും ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് SDP ഒരു കൗൺസിലറായിട്ട് ജയിച്ച വ്യക്തി SDP നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. അവിടെ പിന്നീട് ഈ വൈസ് ചെയർപേഴ്സണായി, നഗരസഭ വൈസ് ചെയർപേഴ്സണായി എന്ന വാർത്തയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കാരണം SDP അംഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക അതൊരു സുഡാപ്പി ആശയം കൊണ്ട് പേര് നടക്കുന്ന ഒരു മുസ്ലിം നാമധാരിയായിരിക്കും എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഒരിക്കലും ആ SDP വിട്ടിട്ട് BJPയിൽ ചേരുകയില്ല. അഥവാ അങ്ങോട്ട് ചേരാൻ ചെന്നാലും BJP കുറച്ച് സംശയത്തോടു കൂടിയേ അവരൊന്ന് കാണത്തുള്ളൂ. അതിനാൽ അത്ര പെട്ടെന്നൊന്നും അവർക്ക് അവിടെ അംഗമാവാൻ പറ്റില്ല. അംഗമായാൽ തന്നെ അവർ വൈസ് ചെയർപേഴ്സണായി മാറുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അവിടെയാണ് വലിയൊരു ടെസ്റ്റ് ഉള്ളത്. ഈ ജയിച്ച SDP മെമ്പർ എന്നത് ഒരു ഹിന്ദു നാമധാരിയാണ്. സരിത ശിവാനന്ദൻ എന്നാണ് അവരുടെ പേര്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹിന്ദു നാമധാരിയായ ആൾ SDP വന്ന് ജയിച്ചത് എന്നാണല്ലോ അപ്പോൾ വരുന്നൊരു സംശയം. അതിന് ഒരുപാട് സംശയിക്കൊന്നും വേണ്ട. നമ്മുടെ കേരളത്തിൽ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്ത് SDP ചിഹ്നത്തിൽ അവരുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇവിടെ ഒരുപാട് അമുസ്ലിം നാമധാരികളുണ്ടായിരുന്നു. അതിൽ ക്രിസ്ത്യൻ പേരുകാരുണ്ടായിരുന്നു, ഹിന്ദു പേരുകാരുണ്ടായിരുന്നു. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടല്ലോ, ആ സംവരണ മണ്ഡലങ്ങളിൽ ഇവർക്ക് സ്ഥാനാർത്ഥികളില്ല. കാരണം അവരുടെ കൂട്ടത്തിലും സംവരണത്തിന് അർഹമായിട്ടുള്ള, അതായത് ഈ ദളിത് വിഭാഗത്തിൽ നിന്നും മതം മാറി അങ്ങോട്ടേക്ക് മുസ്ലിമായ ആളുകളുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ദളിതരില്ല, ഞങ്ങൾക്ക് അങ്ങനെ ജാതി വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണല്ലോ അവർ അങ്ങോട്ടേക്ക് മതം മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംവരണ മണ്ഡലത്തിൽ അവർക്ക് നിർത്താൻ ആളില്ല. ആളെ കാണിച്ചാൽ പിന്നെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ഈ മതം മാറ്റാനുള്ള സംഗതികളെല്ലാം ഇല്ലാതായി മാറും. അതിനാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആളെണ്ണമുണ്ട്. അതായത് അവർക്ക് ആൾബലമുള്ള മണ്ഡലമായിരിക്കാം, അല്ലെങ്കിൽ വാർഡായിരിക്കാം. അവിടെ പക്ഷേ സംവരണ സീറ്റാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ മതത്തിൽ നിന്നല്ലാതെ ക്രിസ്ത്യാനികളിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ നിന്നോ അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങളൊക്കെ കൊടുത്തോ സ്വാധീനിക്കാൻ പറ്റുന്നവരെ അവർ കണ്ടെത്തി അവരുടെ സ്ഥാനാർത്ഥിയാക്കി പിടിച്ച് നിർത്തും, അവരുടെ ചിഹ്നത്തിൽ തന്നെ. കേരളത്തിൽ അങ്ങനെ ഒരുപാട് പേരെ നിർത്തിയിരുന്നു. പക്ഷേ ഒരാളും ഇവിടെ നിന്ന് ജയിക്കുകയുണ്ടായില്ല. എന്നാൽ കർണാടകയിലെ ഉടുപ്പിയിൽ അങ്ങനെ അവർ ഒരാളെ പിടിച്ച് നിർത്തി. അതൊരു ഹിന്ദു ആയിരുന്നു. അവർ ജയിച്ചു, അവരുടെ ചിഹ്നത്തിലാണ് ജയിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ദളിത് സ്നേഹവും ഹൈന്ദവ സ്നേഹമൊക്കെ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിക്കാണും. അതിനാൽ അവർ ആ പാർട്ടി വിട്ടിട്ട് ജയിച്ച് കൗൺസിലറായി ആ പാർട്ടിയും വിട്ടിട്ട് ഒരു ഗുഡ് ബൈയും പറഞ്ഞിട്ട് നേരെ BJP ചേർന്നിട്ട് BJPയുടെ നഗരസഭയിലെ വൈസ് ചെയർപേഴ്സണായി മാറുകയാണ് ചെയ്തത്. അവർ BJPയിലായതുകൊണ്ട് ഇവർക്ക് അത്ര വേഗം ഇവർക്ക് പക വീട്ടാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും പറ്റില്ല. പോരെങ്കിൽ അത് കർണാടക കൂടിയാണ്. അപ്പോൾ അത് ശരിക്കും അവർക്കൊരു പാഠമായിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ അവർ ഇതുപോലെ നിർത്തിയിട്ടുണ്ട്. ആരും ജയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാളെയും അവരത് ചെയ്യും. പക്ഷേ ജയിച്ച് കഴിഞ്ഞിട്ട് ഇവരെങ്ങാനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതുവരെ വിറക് വെട്ടിയതും വെള്ളം കോരിയതും എല്ലാം വെറുതെയാവും. ശരിക്കും അതാണ് വലിയൊരു ട്വിസ്റ്റ്. ഇങ്ങനെ സംവരണ മണ്ഡലങ്ങളിൽ ഇവർക്ക് നിർത്താൻ അവരുടെ, അതായത് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരില്ല. അങ്ങനെ ആൾക്കാരെ അവരെവിടെയെങ്കിലും നിർത്തിയാൽ അതോടെ ആ മതത്തിൽ ആളെ ഇവർ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് മതത്തിൽ നിന്ന് ആളെ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇങ്ങോട്ട് വരൂ, ഇവിടെ ഈ ബ്രാഹ്മണരെന്നോ നായരെന്നോ അതുപോലെ ഈ ഹിന്ദുക്കളെ പറയുന്ന പോലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ സുറിയാനി, യാക്കോബായ, ഓർത്തഡോക്സ്, RC, LC അങ്ങനെ അത്തരം വ്യത്യാസമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ ഇതിലും കൂടുതൽ വിഭാഗങ്ങളുണ്ടേ എന്തായാലും. പക്ഷേ അതവർ ഔദ്യോഗികമായിട്ട് സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ മതം മാറ്റ പരിപാടിയൊന്നും നടക്കാതെ വരും. അതിനാൽ ഒരു സംവരണ മണ്ഡലത്തിൽ അവർ ഒരിക്കലും ഒരു മുസ്ലിം നാമധാരിയെ കൊണ്ട് നിർത്തത്തില്ല. നിർത്തിക്കഴിഞ്ഞാലും അത് സാധുവാവില്ല. അതിനുവേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയാണ് ഹിന്ദുക്കളിലെയോ ക്രിസ്ത്യാനികളിലെയോ ദളിതരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ പണമോ മറ്റ് പ്രലോഭനങ്ങളൊക്കെ കൊടുത്ത് അവരെ പിടിച്ച് നിർത്തും. അപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തുന്നതാണ്, തങ്ങളുടെ കീഴിൽ നിന്നോളും എന്ന ധാരണയിൽ നിർത്തുന്നതാണ്. പക്ഷേ തങ്ങളെക്കാൾ വലിയ ശക്തിയുള്ള മറ്റൊരു പാർട്ടിയുടെ സംരക്ഷണം കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു വിയോജിപ്പ് വന്നാൽ ഉടൻ ചാടിപ്പോകും എന്നതിന് തെളിവാണ് ഇപ്പോൾ ഉടുപ്പിയിൽ നടന്നത്. ഇത് ഈ കേരളത്തിലെ സുഡാപ്പികൾക്ക് ഒരു പാഠമാവണം. നിങ്ങൾ പലയിടത്തും ഇതുപോലെ അമുസ്ലിങ്ങളായിട്ടുള്ളവരെ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നിർത്താറുണ്ട്. പക്ഷേ അവരൊക്കെ എല്ലാ കാലത്തും നിങ്ങളുടെ ചിറകിനടിയിൽ തന്നെ നിൽക്കും എന്ന് വിചാരിക്കരുത്. ഇതുപോലെ 8ൻ്റെയും 16ൻ്റെയും പണി കിട്ടും. ഓർമ്മയിരിക്കട്ടെ.